ധാരികളായ രണ്ടുപേര് ആയുധമേന്തിക്കൊണ്ട് കാവൽ നിൽക്കുന്നു. പത്രോസ് ഉറങ്ങു വീണു. പത്രോസ് ബന്ധിക്കപ്പെട്ട് കിടക്കുക. അവന്റെ വായിൽ വിപ്ലവമില്ല, അവന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. വാളോ പരിചയോ തോക്കോ കുന്തമോ ഒന്നും അവന്റെ കയ്യിലില്ല. അവൻ രാജ്യങ്ങളെ അട്ടിമറിച്ചിട്ടില്ല, സാമ്രാജ്യങ്ങളെ തകിടം മറിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും അവർ അവനെ ഭയപ്പെടും. എങ്കിലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പത്രോസിനെ അവർ ഭയപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളിൽ കിടക്കുന്ന, ഉള്ളിലേക്ക് കടന്നു വരുന്ന അഭിഷേകം വലുതാണ്. ഇത് പകലതും തിരിച്ചറിയുക. എന്നെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. പ്രാർത്ഥിക്കുന്നവനെ തകർക്കുവാൻ, അഭിഷേകമുള്ളവനെ തകർക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽ തിരിച്ചറിയുക. പത്രോസിന്റെ കയ്യിൽ വടിവാളോ ആയുധങ്ങളോ ഇല്ല, പക്ഷേ ആയുധങ്ങൾ എന്തിയവർ കാവൽ നിൽക്കുന്നു. ഒന്നും രണ്ടും പേരല്ല, 18 പേരോളം കാവൽ നിൽക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ വീഴുന്ന അഭിഷേകം അത് ചെറുതായിട്ട് കാണല്ലേ. പകൽ തിരിച്ചറിയുക. ദൈവസന്നിധിയിൽ നീ ഒന്ന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാട്ട് നിന്റെ കുടുംബത്തെ, ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ നമുക്കൊന്ന് ഏൽപ്പിക്കാം. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചു, ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും. അഹരോന്റെ വടി തളിർത്തതുപോലെ ഞാൻ ഇന്ന് തളിർക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? അഭിഷേകം ഇറങ്ങിയാൽ ഒരു സാധ്യതയുമില്ല അത് പൊട്ടിക്കിളിർക്കുവാൻ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു സാധ്യതയുമില്ല അതിൽ ഫലമുണ്ടാകുവാൻ. എന്നാൽ ഒരു സാധ്യതയുമില്ലാത്തിടത്താണ് ദൈവം അതിനെ പൊട്ടിക്കിളിർപ്പിച്ചതും അത് പൂത്തതും ബദാമിന്റെ ഫലം ആ കൊമ്പിൽ വെച്ചതും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവം വിശ്വസ്തനാ, ദൈവം വിശ്വസ്തനാ. ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഹൃദയത്തിലെ ഭാരങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ, നിങ്ങളുടെ ഹൃദയത്തിലെ നീറി പുകയുന്ന ചില വിഷയങ്ങൾ, ഇതെല്ലാം ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് കുറയാകാം. ദൈവം പറയുന്നു, നിന്റെ ഭാരമെല്ലാം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ ശ്രദ്ധയുള്ളവനാ, ഞാൻ ശ്രദ്ധിക്കുന്നവനാ. അങ്ങനെയെങ്കിൽ എല്ലാം നമുക്ക് കൊടുത്തിട്ട് കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ ഒന്ന് ഫ്രീ ആകാം. മറിയം നല്ല അംശം തെരഞ്ഞെടുത്തതുപോലെ, കർത്താവെ ഇനിയുള്ള മണിക്കൂർ എനിക്ക് ഫ്രീ ആയി കിടണം, കർത്താവിന്റെ വചനം കേൾക്കണം, എനിക്ക് ഫ്രീ ആകണം. അതുകൊണ്ട് എന്നെ ഫ്രീ ആക്കണം കർത്താവെ. ഞാനിതാ എന്റെ എല്ലാ ഭാരവും ഞാൻ അപ്പച്ചന്റെ കാര്യത്തിൽ തരുകയാ. ഇനിയുള്ള ഒരു 1.5 മണിക്കൂർ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കൊടുത്തിട്ട്, എല്ലാം ഒന്ന് ഏൽപ്പിച്ചിട്ട്, ആമേൻ ഹല്ലേലൂയ, കരങ്ങളൊന്ന് ഉയർത്താമോ? ഞാനിതാ എല്ലാം എന്റെ അപ്പന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അതെ, രാജാവ് മരിച്ച വർഷം ഉന്നതമായൊരു സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രം
ആ ആലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവന് ചുറ്റും സറാഫുകൾ, 6 വീതം ചിറകുകളുള്ള സറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് അവർ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഇതിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതിനായിട്ട് നന്ദി പറയും. ഈ മധ്യാഹ്നത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിനായി, ഈ ഭവനവാസികൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഇവിടെ വെച്ചിട്ടുള്ള സകല വിഷയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള മണിക്കൂറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനവുമായി നിൽക്കുമ്പോൾ എന്റെ ശബ്ദമല്ല കർത്താവേ, അപ്പം തിന്ന് തൃപ്തരായവര് അവർ മടങ്ങിയതുപോലെ കർത്താവിന്റെ വചനം കേട്ട് സന്തോഷത്തോടെ മടങ്ങുവാൻ, സംതൃപ്തരായി മടങ്ങുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം കൃപ ചെയ്യണം. ഈ മണിക്കൂറിന് നിയന്ത്രണം എന്റെ അപ്പൻ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് പരിമഞ്ഞായി പെയ്തിറങ്ങണം. ഈ ഭവനത്തിന് ചുറ്റും ദൂതന്മാരിറങ്ങി നിൽക്കണം. രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവെ, വചനം കേട്ട് ബന്ധനങ്ങൾ അഴിഞ്ഞ്, കെട്ടുകൾ അഴിഞ്ഞ്, രോഗങ്ങൾ മാറി, അപ്പാ നീറുന്ന വിഷയങ്ങൾക്ക് ആമേൻ പരിഹാരമുണ്ടായി സന്തോഷത്തോടെ മടങ്ങുവാൻ അവിടുന്ന് ഇടയാക്കണം. ഇന്ന് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനം എനിക്കും എന്റെ കുടുംബത്തിനും, കർത്താവെ, കൂട്ടായ്മയ്ക്കും, ഈ ദേശത്തിനും, ഈ ഭവനത്തിനും അത് വിടുതലായി, അത് വിടുതലായി, അത് വിടുതലായി, അത് വിടുതലായി, അത് അനുഗ്രഹമായി തീരണം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി നോക്കിയിരിക്കും. Praise the Lord. Praise the Lord. Hallelujah. 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 എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ, പ്രിയ എന്ന ഭവനത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിനെ എല്ലാം ഓർത്ത് ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ നൊയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുൻപായിട്ട് നമ്മൾ എത്തി നിൽക്കുമ്പോൾ 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി നിൽക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം തിരുവചനം, യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എല്ലാം പൂർത്തിയാക്കിയവൻ, സകലതും പൂർത്തിയാക്കിയവൻ ഇന്നു പകൽ ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈ മാനവ കുലത്തിനു വേണ്ടി, ഇനിയും ഇന്നുവരെ ജനിച്ചിട്ടുള്ളവർക്ക് വേണ്ടി, ഇനിയും ജനിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും സകലതും പൂർത്തിയാക്കിയവൻ ഇന്നു പകൽ ഇവിടെ വന്നിട്ടുണ്ട്. Praise the Lord. Hallelujah. 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 യെശയ്യാവിന്റെ പുസ്തകം 14:24 ഇങ്ങനെ പറയുന്നു, സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു. എന്താണ് ശപഥം? ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും. Praise the Lord. Hallelujah. 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 ദൈവം പറയുകയാണ്, ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. സകലതും പൂർത്തിയാക്കിയ ദൈവം പറയുകയാണ്, ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. എന്താണ്? ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും. മനുഷ്യൻ പറഞ്ഞതുപോലല്ല, ശത്രു പറഞ്ഞതുപോലല്ല,
നിന്നെ കുറിച്ച്, എന്നെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതല്ല, മറ്റുള്ളവർ ചിന്തിച്ചതല്ല, മറ്റുള്ളവർ ആമേൻ ശപിച്ചതല്ല, അല്ലെങ്കിൽ പിശാച് തീരുമാനിച്ചതല്ല. നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്നെ പറ്റി ഉത്തരവാദിത്വമുള്ള ഒരു ദൈവം പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് മധ്യസ്ഥം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ വീഴുന്നതിന് മുന്നമേ ഉത്തരവാദിത്വമുള്ളവൻ ദൂതനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് അയച്ച് സിംഹത്തിന്റെ വായടച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ വീണതിന് ശേഷമല്ല, ഇനിയോ വീഴുന്നതിന് മുന്നമേ ഉത്തരവാദിത്വമുള്ളവൻ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സൂചിയിൽ നൂല് കോർക്കുമ്പോൾ നമുക്കറിയാം ഒരു ഏകാഗ്രത വേണം. ചുമ്മാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി സൂചിയുടെ തുഴയിലൂടെ നൂല് കോർക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്നതുപോലെ ഇന്ന് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോട് നമ്മൾ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഒരു മണിക്കൂർ നമ്മൾ ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ സകലതും മാറ്റി, നമ്മുടെ ജോലി, നമ്മുടെ മറ്റുള്ള പരിപാടികളൊക്കെ മാറ്റി നമ്മൾ ഇരിക്കുമ്പോൾ, വചനത്തിന്റെ ദൈവസന്നിധിയിൽ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ തികച്ചും ഏകാഗ്രതയോടെ ഇവിടെ പറയപ്പെടുന്ന, പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലോട്ട് കയറത്തക്കവണ്ണം. ഹല്ലേലൂയ. ഒരു കിണറിന്റെ കരയില് ഒരു കുപ്പി കൊണ്ട് വെച്ചിട്ട് കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരി കുപ്പിയുടെ മുകളിലേക്ക് ഒഴിച്ചാൽ ആ കുപ്പി നിറയത്തില്ല. അതിന്റെ ഒരു 1/4 ഭാഗം പോലും വെള്ളം കയറി പറ്റത്തില്ല. കുപ്പിയിൽ വെള്ളം നിറയണമെങ്കിൽ സൂക്ഷ്മതയോടെ ഒഴിക്കണം. സകലതും പൂർത്തിയാക്കിയവന്റെ മുമ്പിൽ, ഉത്തരവാദിത്വമുള്ളവന്റെ മുമ്പിൽ ഏകാഗ്രതയോടെ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അലസമായിരിക്കാതെ ഇന്ന് പകൽ നമ്മൾ ഇവിടെ ആയിരിക്കാം. Praise the Lord. Hallelujah. 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 ഭൂമി 365 ദിവസം കൊണ്ടാണ് സൂര്യനെ ഒരു വട്ടം ചുറ്റുന്നത്. നമ്മളൊക്കെ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്തു നിൽക്കുന്ന ബുധൻ എന്ന ഗ്രഹം 84 ദിവസം കൊണ്ട് സൂര്യനെ ചുറ്റും. Praise the Lord. Hallelujah. Hallelujah. അപ്പോൾ ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരുമ്പോഴത്തേക്കും ബുധൻ 4 പ്രാവശ്യം ചുറ്റിയിട്ട് പെരുന്നാളിന്റെ അവധിക്ക് പോകും. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമി ഒരു പ്രാവശ്യം ചുറ്റി വരുമ്പോഴത്തേക്കും ബുധൻ 4 പ്രാവശ്യം ചുറ്റും. ഹല്ലേലൂയ. അടുത്തു നിൽക്കുന്നത് കൊണ്ട് 84 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ സൂര്യൻ ഭൂമി കുറെ അകന്ന് നിൽക്കുന്നത് കൊണ്ട് 365 ദിവസം എടുക്കും. Praise the Lord. Hallelujah. അപ്പോൾ അടുത്തു നിന്നാൽ ചുറ്റല് കുറയും. Praise the Lord. Hallelujah. എന്നാൽ ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹം 164 വർഷം എടുക്കും ഒന്ന് ചുറ്റാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അകലം കൂടുന്തോറും ചുറ്റലിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ സൂര്യനെയും ചന്ദ്രനെയും സകല നക്ഷത്രങ്ങളെയും സകല ഗാലക്സികളെയും സൃഷ്ടിച്ചവൻ, ഒറ്റ വാക്കിൽ സൃഷ്ടിച്ചവൻ, അവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് നിന്നാൽ, എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പോൾ അവനോട് ചേർന്ന് നിന്നാൽ ചുറ്റല് കുറയും. Praise the Lord. Hallelujah. മനസ്സിലായവർ കരങ്ങൾ അടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Hallelujah. 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 Hallelujah.
അപ്പോൾ അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ചേർന്നിരിക്കണം. ഹല്ലേലൂയ. യശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു. യെശയ്യാവ് 43:6 വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം ചിലത് കൽപ്പിക്കുന്ന പകലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം ചിലത് കൽപ്പിക്കുന്ന പകല. ഏറ്റെടുത്ത ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. വടക്കിനോടും തെക്കിനോടും കിഴക്കിനോടും പടിഞ്ഞാറിനോടും തടയരുത്, 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 വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കുക എന്ന് കൽപ്പിക്കുന്ന പകലാണ്. ഹല്ലേലൂയ. ഉത്തരവാദിത്വമുള്ളവൻ, സകലതും പൂർത്തിയാക്കിയവൻ ഇന്നു പകൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി ചിലത് കൽപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 7-ാം സങ്കീർത്തനം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു. കർത്താവിന്റെ മുമ്പിൽ, ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുമ്പിൽ, ഉത്തരവാദിത്വമുള്ളവന്റെ മുമ്പിൽ, സകലതും പൂർത്തിയാക്കിയവന്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. എങ്ങനെ? തീയിൽ മെഴുകുരുകുന്നത് പോലെ, ചൂടിൽ മഞ്ഞുരുകുന്നത് പോലെ ഇതാ ദൈവസന്നിധിയിൽ പർവ്വതങ്ങൾ ഉരുകിപ്പോകുന്നു. ഹല്ലേലൂയ. പകൽ സകലതും പൂർത്തിയാക്കിയവന്റെ മുമ്പിലേക്ക് നീ വന്നാൽ പർവ്വത സമാനമായ സകല വിഷയവും മഞ്ഞുരുകുന്നത് പോലെ അല്ലെങ്കിൽ മെഴുകുരുകുന്നത് പോലെ ഉരുകി ഇല്ലാതായി തീരും. ഹല്ലേലൂയ. 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 രോഗങ്ങൾ, ശാപങ്ങൾ, പാപങ്ങൾ, പ്രതിസന്ധികൾ എന്തുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ഉരുകുന്നത്, മഞ്ഞുരുകുന്നത് പോലെ, മെഴുകുരുകുന്നത് പോലെ ഉത്തരവാദിത്വമുള്ളവൻ, സകലതും പൂർത്തിയാക്കിയവന്റെ അരികിലേക്ക് ഇന്ന് പകൽ നിങ്ങൾ വന്നാൽ, ചേർന്ന് നിന്നാൽ സകല ഉരുകിയില്ലാതായി തീരും. ഹല്ലേലൂയ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ എൽക്കാന, ഹന്നായുടെ ഭർത്താവായ എൽക്കാന ചോദിക്കുന്നു, അവളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ കരയുന്നത്? പട്ടിണി കിടക്കുന്നത് എന്തിനാണ്? എന്തിന് നീ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ വ്യസനിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ വ്യസനിക്കുന്നത്? എന്തിനാണ് നീ പട്ടിണി കിടക്കുന്നത്? ഹല്ലേലൂയ. 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 എന്നാൽ 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ ഇങ്ങനെ പറയുന്നു, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ശിരസ് കർത്താവിൽ ആമേൻ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ കണ്ടു പരിഹസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ വ്യസനത്തോടെ വന്നവര് അല്ലെങ്കിൽ നീറി നീറി പുകയുന്ന ഹൃദയത്തില് ആമേൻ നീറി നീറി പുകയുന്ന വിഷയങ്ങളുമായിട്ട് വന്നവര്, ഹല്ലേലൂയ, ഈ മീറ്റിംഗ്, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സന്തോഷത്തോടെ മടങ്ങുവാൻ ഇടയാകണം. ഹല്ലേലൂയ. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. അവൾ തുടങ്ങിയത് ദുഃഖത്തിലാണ്, വ്യസനത്തിലാണ്. ഹല്ലേലൂയ. എന്നാൽ അവസാനിക്കുന്നത് സന്തോഷത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒത്തിരി വ്യസനത്തോടെ വന്നവർ ഇതിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ദുഃഖത്തോടെ വന്നവരുണ്ട്. അത് നടക്കുന്നില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ, അത് അങ്ങനെയായി പോയല്ലോ, എന്താകും, എന്തായി, അപമാനം കൂടുന്നല്ലോ, നിന്ന വർദ്ധിക്കുന്നല്ലോ, അല്ലെങ്കിൽ പ്രയാസം കൂടുന്നല്ലോ, കടം മാറുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒന്നിനും തികയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ വർദ്ധിക്കുന്നല്ലോ, എനിക്ക് ആരുമില്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്നു പകൽ ഹല്ലേലൂയ അകം സന്തോഷിച്ചു മടങ്ങുവാൻ. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്നു? അവൾ ഒറ്റ കരച്ചിൽ,
ചങ്കുപൊട്ടി അവൾ ഒറ്റ കരച്ചിൽ. ശബ്ദം വെളി വന്നില്ല, അവിടെ വായിക്ക് ചെറിയൊരു അനക്കം മാത്രം. ഹല്ലേലൂയ. അധ്യായത്തിൽ അവൾ ആനന്ദത്തോടെ പോയി. ഹല്ലേലൂയ. പകൽ ഈ മധ്യാഹ്നത്തിൽ സകലതും പൂർത്തിയാക്കിയവൻ ഉത്തരവാദിത്വമുള്ളവന്റെ മുമ്പിലിരുന്ന് ചങ്കുപൊട്ടി കരയുവാൻ, ഉള്ളമൊന്ന് തുറക്കുവാൻ ഇന്ന് പകൽ എത്ര പേര് തയ്യാറാകും? അങ്ങനെയെങ്കിൽ ഇന്ന് സന്തോഷത്തോടെ ദൈവം നിന്നെ മടക്കി അയക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ സന്തോഷത്തോടെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവര് ഒരു നിമിഷം ആമേൻ ദൈവസന്നിധിയിൽ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വായിക്കുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും, വെള്ളം കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ നിങ്ങൾ കാണത്തില്ല, പക്ഷെ അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും നിന്റെ മൃഗങ്ങളും നിന്റെ കാലിക്കൂട്ടങ്ങളെല്ലാം അതിൽ നിന്ന് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. എങ്ങനെ നിറയും അതിപ്പോൾ നിന്നെ കാണിക്കത്തില്ല, പക്ഷെ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. ഹല്ലേലൂയ. 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 നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. നീ വെട്ടിയ കുഴികളെല്ലാം നിറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ 2026 ഈ പുതിയ വർഷത്തിൽ 2-ാം മാസത്തിൽ ഈ ഫെബ്രുവരി മാസം 15-ാം തീയതി പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, കഴിഞ്ഞ ആണ്ടിൽ നിങ്ങൾ വെട്ടിയ സകല കുഴികളും നിറയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ആണ്ടിൽ നീ വെട്ടിയ സകല കുഴികളും ദൈവം നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ആണ്ടിൽ നീ കഷ്ടപ്പെട്ടതിന്റെ, കഴിഞ്ഞ ആണ്ടിൽ നീ പ്രാർത്ഥിച്ചതിന്റെ, കഴിഞ്ഞ ആണ്ടിൽ നീ ഉപവസിച്ചതിന്റെ, കഴിഞ്ഞ ആണ്ടിൽ നീ നിലവിളിച്ചതിന്റെ, കഴിഞ്ഞ ആണ്ടിൽ ദൈവത്തിനു വേണ്ടി നിന്നതിന്റെ, ദൈവത്തിനു വേണ്ടി ഓടിയതിന്റെ, ഒരു പ്രാർത്ഥന പോലും മുടക്കാതിരുന്നതിന്റെ, കഴിഞ്ഞ ആണ്ടിൽ നീ അനുഭവിച്ച അല്ലെങ്കിൽ നീ ഏറ്റ നിന്നയുടെ, നീ കടന്നുപോയ പ്രതികൂലത്തിന്റെ, ഇതിന്റെ എല്ലാ റിസൾട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇതിന്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അതെങ്ങനെ നിറയുമെന്ന് ഓർത്ത് നമ്മൾ തലകുണ്ടാക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെങ്ങനെ നിറയും അല്ലെങ്കിൽ ഇതെങ്ങനെ വരും എന്ന് ഓർത്ത് ഞാനും നിങ്ങളും തലകുണ്ടാക്കേണ്ട. പക്ഷേ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും. കഴിഞ്ഞ ആണ്ടിൽ പ്രാർത്ഥിച്ചതിന്റെയും ദൈവത്തിന് വേണ്ടി നിന്നതിന്റെയും കൂട്ടായ്മ കൂടിയതിന്റെയും നീ സഹായിച്ചതിന്റെയും നീ ഒറ്റപ്പെട്ടതിന്റെയും നീ അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ, ഇതിന്റെ എല്ലാ റിസൾട്ട് ദൈവം നിനക്ക് തരും. എങ്ങനെ നിറയും? ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരേതോമിന്റെ വഴി തുറന്നു. നിറയുന്നേ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഏതോമിന്റെ വഴി തുറന്നുവിടും. അപ്പോൾ വഴി ഏതാ, കുഴി ഏതാ,
ഞാൻ വെട്ടിയ കുഴി ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ അതിങ്ങനെ ഒഴുകും. ഹല്ലേലൂയ. മനസ്സിലായി? ഈ ഏദോമിന്റെ വഴിയൊന്ന് തുറന്നു വിട്ടാൽ വഴിയേതാ കുഴിയേതാ ഞാൻ വെട്ടിയതേതാ എന്നറിയാൻ പറ്റാത്ത നിലയിൽ ഇത് ഒഴുകാൻ തുടങ്ങും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരേദോമിന്റെ വഴി തുറന്നു വിടുന്നു. ഹല്ലേലൂയ. സകലതും പൂർത്തിയാക്കിയ ഹല്ലേലൂയ ഹല്ലേലൂയ ഉത്തരവാദിത്വമുള്ളവൻ കഴിഞ്ഞ നാളിൽ നീ പ്രാർത്ഥിച്ചതിന്റെ, നീ ഉപവസിച്ചതിന്റെ, നീ കർത്താവിന് വേണ്ടി നിന്നതിന്റെ, നീ കഷ്ടത അനുഭവിച്ചതിന്റെ, നീ ഏറ്റതിന്റെ ഒക്കെ ആ റിസൾട്ട് അവനൊന്ന് തുറന്നു വിട്ടാൽ അത് ശക്തമായ ഒഴുക്കായിരിക്കും. ഞാനിത് പറഞ്ഞപ്പോൾ എന്റെ മകന്റെ, നിങ്ങൾക്കറിയാം പോസ്റ്റിനെ എല്ലാവർക്കും അറിയാം, പോസ്റ്റിന് ഈ മാസം അതായത് 18-ാം തീയതി അവന് ഓസ്ട്രേലിയക്ക് മാസ്റ്റേഴ്സിന് പോവുകയാണ്. 17-ാം തീയതി രാത്രി എയർപോർട്ടിൽ പോകണം, 18-ാം തീയതി വെളുപ്പിന് ഫ്ലൈറ്റ്. എല്ലാവരും പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം, പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. കൂട്ടായ്മയിൽ വെച്ച വിഷയമാണ്. കൂട്ടായ്മ അത് ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു. ദൈവം അതിന്റെ റിസൾട്ട് തന്നു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കൂട്ടായ്മയുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ വെക്കുന്ന വിഷയങ്ങളൊന്നും ഫലം കാണാതെ പോകത്തില്ല. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരാളല്ല, എല്ലാവരും കൂടെയാണ്. അതിന്റെ നടുവിൽ ഒരുവനുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മുഴുവൻ ആ നടുവിൽ നിൽക്കുന്നവനാ കൊടുക്കണം. എനിക്കോ ഇവിടെ ഇരിക്കുന്ന ആർക്കുമല്ല, പിന്നെയോ സകലതും പൂർത്തിയാക്കിയവൻ, ഉത്തരവാദിത്വമുള്ളവൻ, അവൻ നമ്മുടെ കൂട്ടായ്മയുടെ നടുവിലുണ്ട്. അവനാണ് മഹത്വം കൊടുക്കേണ്ടത്. അവരുള്ളത് കൊണ്ടാണ് നമ്മൾ വെക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കലും ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് ചിന്തിച്ചതല്ല, നനച്ചതല്ല. കാരണം പണ്ട് മുതലേ ഒത്തിരി മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിനേക്കാൾ ഒത്തിരി ചെലവ് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടൊന്നുമില്ല. അവന്റെ ഓരോ ഘട്ടം എടുത്തു നോക്കുമ്പോഴും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട്ടിൽ വിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് കർത്താവെ +1 നാട്ടിൽ വിടാനാണ് ആഗ്രഹിക്കുന്നത്. എവിടെയാണ് നല്ലത്, എവിടെയാണ് ചേർക്കേണ്ടത്, എവിടെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഒന്നും അറിയില്ല. ഹോസ്റ്റലിൽ നിർത്തണോ, വീട്ടിൽ നിന്ന് പോയി വരണോ, ദൈവസന്നിധിയിൽ വിഷയം വെച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ അവിടെ ദൂതന്മാര് കണക്ട് ചെയ്തു, ഒരു വൈദികനെ കണക്ട് ചെയ്തു SH സേക്രഡ് ഹാർട്ട്, പിന്നെ ആ സ്കൂളിലേക്ക് അവൻ അഡ്മിഷൻ ഒരുക്കി. ഞാൻ ഒരിക്കലും അത് ചിന്തിച്ചതല്ല. ആ സ്കൂൾ പോലെ എനിക്ക് അറിയത്തില്ല, പക്ഷേ ദൈവം അവിടെ അത്ഭുതം ചെയ്തു. അവന്റെ +2 കഴിഞ്ഞു. ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല ഈ ദേശത്ത് കൊണ്ടുവന്ന് ഡിഗ്രി പഠിപ്പിക്കണമെന്ന്. എനിക്ക് ആഗ്രഹവും ഇല്ലായിരുന്നു. പക്ഷേ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നു, കർത്താവെ ഡിഗ്രിക്ക് എന്ത് ചെയ്യണം, എവിടെയാണ് വിടേണ്ടത്. അതിങ്ങനെ വിഷയമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഞാൻ സുജോ ബ്രദറിനോട് ചോദിച്ചതാണ്, കുട്ടിക്കാനത്ത് മരിയൻ കോളേജിൽ ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? സുജോ ബ്രദർ അന്വേഷിച്ചിട്ട് അച്ഛന്റെ നമ്പർ ഒന്ന് ഞാൻ വിളിച്ചു. അപ്പൊ അഡ്മിഷനെ കുറിച്ചൊക്കെ അവിടെ സംസാരിച്ചു. തിരുവനന്തപുരം മാരിവാനീസ് കോളേജിൽ അതുപോലെ തന്നെ അഡ്മിഷനെ കുറിച്ചൊക്കെ വിളിച്ചു, അതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചതാണ്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് ദൈവം തക്ക സമയത്ത് ഒരു ദൂതനെ അയച്ച് ഇവിടുത്തെ
ഇവിടേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം എല്ലാം കർത്താവ് ഇങ്ങനെ ഓരോരുത്തരെ ഒരുക്കി കർത്താവ് കൊണ്ടുവന്ന് അതിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, അവിടെയും അങ്ങനെ അവരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമുക്കറിയാം 18 വയസ്സ് വരെ നമുക്ക് പേരൻസിന് ആൺകുട്ടികളെ സ്പോൺസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് അവര് പേപ്പർ തരും, അത് നമ്മൾ വിസയ്ക്ക് കൊടുക്കണം. 1 ഇയർ വിസ കിട്ടും. 5000 എത്രയാണെന്ന് എനിക്ക് 5000 ആണെന്ന് തോന്നുന്നു ഡെപ്പോസിറ്റ് കൊടുക്കണം. ഇതൊക്കെ കേട്ടു മനസ്സിങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ നോക്കണേ, ദൈവം ആ വർഷം തന്നെ നിയമം മാറ്റി എഴുതി. ഹല്ലേലൂയ. 25 വയസ്സ് വരെ ആൺകുട്ടികളെ പേരൻസിന് സ്പോൺസർ ചെയ്യാം. ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 3 വർഷം ഇവിടെ നിന്നു. നിങ്ങൾക്കറിയാം, അവൻ സിജോ ബ്രദർ അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. സിജോ ബ്രദർ, മാത്യു ബ്രദർ, എനിക്കത് അഭിമാനത്തോടെ പറയാൻ കഴിയും. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഞാൻ വിളിക്കാറ് പോലും ഇല്ലായിരുന്നു. കാരണം അവന് എന്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് എന്ന് എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് പല രാത്രികളിൽ മെസ്സേജ് പോലും രാത്രി 10 മണിക്കോ 11 മണിക്കോ ഒരു മെസ്സേജ് വന്നാലായി, അല്ലാതെ വിളിയും കുറച്ചിലും ഒന്നുമില്ല. കാരണം നമുക്ക് ടെൻഷൻ ഇല്ല. ഹല്ലേലൂയ. ഒരു അപ്പന്റെ സ്ഥാനത്ത് അതിനേക്കാൾ ഉപരിയായിട്ട് മാത്യു ബ്രദർ ആയാലും സിജോ ബ്രദർ ആയാലും അവനോട് പെരുമാറി അവൻ ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുമായിട്ട് ഒത്തിരി എന്നേക്കാൾ ഉപരിയായിട്ട് അവരുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആത്മീയമായിട്ട് വളരാനായാലും ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ പള്ളിയിലൊക്കെ പോയി മേളയിൽ താമസിക്കുന്ന ആ ഒരു പ്രതീതിയിൽ അവനത് വളരുവാനായിട്ട് 3 വർഷം അവനൊരു ട്രെയിനിങ് പീരീഡ്. ഹല്ലേലൂയ. 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 അതിലൊത്തിരി സന്തോഷം എനിക്കുണ്ട്. എന്റെ ഹൃദയത്തിൽ ഞങ്ങൾ എപ്പോഴും അത് പറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഒരു 3 വർഷം അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം കർത്താവേ, അതും കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ സിജോ ബ്രദറിനോട് ഇങ്ങനെ പറയും, കൂട്ടായ്മയിൽ വെക്കണം, വിഷയം വെക്കണം, പ്രാർത്ഥിക്കണം. അപ്പോഴേ ഈ പുറത്തു പോകുന്നതിനെ കുറിച്ച് ഒന്നും ഒരു ചിന്തയുമില്ല. ഞാൻ അവനോട് പറഞ്ഞിരുന്നു, മോനെ നീ പുറത്തു പോയി പഠിച്ചിട്ട് പോരെ, നീ PR ഒന്നും നോക്കണ്ട. അവന് താല്പര്യമില്ല, അവന് UAE തന്നെ നിൽക്കണം എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയ അല്ല, മറ്റു പല രാജ്യങ്ങൾ പറഞ്ഞു എവിടെയും പോയി പഠിച്ചിട്ട് നീ പോരെ. അപ്പോഴും അവന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ദുബായിലെ പഠിക്കുവാനൊക്കെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അവസാന നിമിഷം. അപ്പോഴും എല്ലാരും ചോദിക്കും, മോന്റെ കോഴ്സ് കഴിഞ്ഞില്ലേ, നീ എന്താ പരിപാടി? ഞങ്ങൾ പറയും, അതെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, തക്ക സമയത്ത് ദൈവം വരും. ചിലർ വിചാരിക്കും ഞങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ മോന്റെ കാര്യം പറയാത്തതാണ്. അല്ല, ഒന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ കൊടുക്കേണ്ട ഒരാളുടെ കയ്യിൽ, എന്നേക്കാൾ ഉത്തരവാദിത്വമുള്ള ഒരാളിന്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവസാന നിമിഷത്തിൽ അത് ഓസ്ട്രേലിയയിലേക്ക് പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെയും ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായി. ഇവന്റെ ബാച്ചിൽ ഏതാണ്ട് 200 പിള്ളേരുടെ റിസൾട്ട് വന്നപ്പോൾ, ഓസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ ഓസ്റ്റിന്റെ സർട്ടിഫിക്കറ്റിനകത്ത് രജിസ്ട്രാറിന്റെ സിഗ്നേച്ചർ ഇല്ല. ബാക്കി എല്ലാവരുടെയും ഒരുത്തർക്കില്ല, ഓസ്റ്റിന്റെ മാത്രം ഒരു സിഗ്നേച്ചർ ഇല്ല. വീണ്ടും അത് തിരിച്ചുപോയി. 21 ദിവസം എന്ന് പറഞ്ഞു. വീണ്ടും അത് 10-20 ഏതാണ്ട് 30 ദിവസത്തോട് അടുത്തു. അപ്പോഴും നമുക്കിവിടെ ഡിലേ ആവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് ഓസ്ട്രേലിയന്റെ ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ, മെഡിക്കലിന് പോയപ്പോൾ അവിടെ ഒരു ചെറിയ തടസ്സം ഉണ്ടായി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ബയോമെട്രിക്സിന് പോയി, അവിടെയും ഒരു ചെറിയ തടസ്സം ഉണ്ടായി. പക്ഷേ ഏതോ നിന്നൊരു വഴി തുറന്നു വന്നാൽ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഴി ഏതാ, വഴി ഏതാ, ഞാൻ വെട്ടിയത് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്താൽ ഒരുക്കപ്പെടുന്നതിനെ
ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. Praise the Lord. Hallelujah. Hallelujah. ദൈവത്താൽ ഒരുക്കപ്പെടുന്നതിനെ അതതിന്റെ സമയമാകുമ്പോൾ അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അതിനെ മൂടി വെക്കാൻ ആർക്കും കഴിയത്തില്ല. അതിനെ തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് അവന്റെ വിസ കിട്ടി. ടിക്കറ്റുകളൊക്കെ എടുത്തു. ദൈവം അവിടെയും അക്കോമഡേഷൻ, അവിടെയും ഞങ്ങൾ ഭാരപ്പെട്ടു. രാത്രിയിലെ ചിലർ പറയാം 5:30 എന്ന് കഴിഞ്ഞാൽ 5:30 അവിടെ ലാൻഡിങ്. സന്ധ്യയായ കടയില്ല. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടിൽ ടാക്സി ഒന്നും കാണത്തില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് അതും ഒരു ടെൻഷൻ ആയിരുന്നു. അയ്യോ, അവിടെ ചെന്നിറങ്ങുമ്പോൾ എന്തായിരിക്കും, ഇവിടുന്ന് ഒരു അക്കോമഡേഷൻ എടുത്തു പോകാൻ. എന്നാൽ തക്ക സമയത്ത് ദൈവം വാതിലുകളെ തുറന്നു. 2-3 ദിവസമായതേ ഉള്ളൂ. ഇതാ ഒരു മകൻ ഒരു വീട് 4 പേര്. അവിടെ ഒരു ഡോക്ടറുണ്ട്, ഈ മകനുണ്ട്, വേറെ ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഇപ്പൊ അവിടുന്ന് ഒരാൾ പോവുകയാണ്. അതിന് പകരമായിട്ട് ഒരു റൂമായിട്ട് അവന് ലഭിച്ചു. ആ മകൻ തന്നെ വന്ന് എയർപോർട്ടിൽ നിന്ന് എടുത്തോളാവുന്ന. എനിക്ക് ബന്ധമില്ല, എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ഫോണിൽ കൂടി പോളൊന്ന് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഏതോ ഒരു വഴി പുറപ്പെട്ടാൽ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ആണ്ടിൽ, കഴിഞ്ഞ നാളിൽ നിങ്ങൾ വെട്ടിയ എല്ലാ കുഴികളും ദൈവം നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? തലമുറയുടെ കാര്യമോർത്ത് ഭാരപ്പെടുന്ന എത്ര പേരുണ്ട്? തലമുറയ്ക്ക് വേണ്ടി കഴിഞ്ഞ നാൾ നിങ്ങൾ കരഞ്ഞിട്ടില്ലേ? തലമുറയ്ക്ക് വേണ്ടി കഴിഞ്ഞ നാൾ നിങ്ങൾ ഉപവസിച്ചിട്ടില്ലേ? തലമുറയ്ക്ക് വേണ്ടി കഴിഞ്ഞ നാൾ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? അഡ്മിഷന് വേണ്ടി ആയിക്കോട്ടെ, ജോലിക്ക് വേണ്ടി ആയിക്കോട്ടെ, അവന്റെ നല്ല ഭാവിക്കായിക്കോട്ടെ, നല്ല ജീവിതത്തിനായിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. അതിന്റെ റിസൾട്ട് വരാൻ പോവുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിക്കേ. നമ്മൾ നമ്മുടെ തലമുറകളെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ തലമുറകളെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം അത് വെളിപ്പെട്ടുകൊള്ളട്ടെ. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ചതിന്റെ, കഴിഞ്ഞ നാളിൽ ഉപവസിച്ചതിന്റെ ആമേൻ. ഹല്ലേലൂയ, 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 Praise the Lord. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ വിഷമിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞെങ്കിൽ, കണ്ണുനീരൊഴുക്കിയെങ്കിൽ, ഉപവസിച്ചെങ്കിൽ, പ്രാർത്ഥിച്ചെങ്കിൽ അതിന്റെ റിസൾട്ട് വരും. ഹല്ലേലൂയ. അതൊന്നും നഷ്ടമായി പോകത്തില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുക, ഉത്തരവാദിത്വമുള്ളവന്റെ ഏൽപ്പിക്കുക, സകലതും പൂർത്തിയാക്കിയവനോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തലമുറ നഷ്ടപ്പെടത്തില്ല. ദാനിയേൽ ബാബിലോണിലും വെളിപ്പാടുള്ളവനായി നിന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറ ഏത് രാജ്യത്ത് പോയാലും അവൻ വെളിപ്പാടുള്ളവനായി നിൽക്കണമെങ്കിൽ ഞാനും നിങ്ങളും അവനോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഉത്തരവാദിത്വമുള്ളവന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചാൽ മറ്റുള്ളവർ അസൂയപ്പെടുമാറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് അസ്വസ്ഥത, എന്നെ കാണുമ്പോൾ, എന്റെ നന്മ കാണുമ്പോൾ മറ്റൊരാൾക്ക് അസ്വസ്ഥത തോന്നുമാറ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്.
Praise the Lord. Hallelujah. 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 ഇന്ന് പകൽ അത് വിശ്വസിക്കണം, ഇന്ന് പകൽ അത് ഏറ്റെടുക്കണം. എന്റെ ദൈവം ആരാ? അനുഗ്രഹിക്കുന്നവനാ. എന്റെ ദൈവം ആരാ? ഉത്തരവാദിത്തമുള്ളവനാ. എന്റെ ദൈവം ആരാ? എനിക്ക് വേണ്ടി എല്ലാം പൂർത്തിയാക്കിയവനാ. ഹല്ലേലൂയ. 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 ഈ മണ്ണ് കൂട്ടി വെച്ചിട്ട് വെള്ളത്തെ തടയാൻ ശ്രമിക്കും. നമ്മൾ ചെറിയ തോട് വഴി ചാല് വഴിയൊക്കെ വെള്ളം വരുമ്പോൾ നമ്മൾ മണ്ണ് കൂട്ടി വെച്ചിട്ട് നമ്മൾ അതിനെ തടയാൻ ശ്രമിക്കും. ഈ അല്പം കഴിഞ്ഞ് ആ വെള്ളമെല്ലാം അവിടെ ഒത്തുകൂടിയിട്ട് ഈ മണ്ണിനെ പൊട്ടിക്കും. മണ്ണിന് വിള്ളലുണ്ടാക്കി അത് പൊട്ടി ഒഴുകാൻ തുടങ്ങും. അപ്പോഴ് അല്പം കഴിയുമ്പോൾ ഇത് പൊട്ടിച്ചുകൊണ്ടുള്ള ഒഴുക്ക് നേരത്തെ ഒഴുകി വന്നതുപോലെ അല്ല. ഈ അണയെ പൊട്ടിച്ചുകൊണ്ട് ഒഴുകുന്നത് ആ ഒഴുക്ക് അല്പം ശക്തമായിരിക്കും. ഒരു തടസ്സത്തിന്റെ പിന്നിൽ കിടന്ന് അത് പ്രാപിച്ച ഒരു ശക്തി. ഹല്ലേലൂയ. ഒരു തടസ്സത്തിന്റെ പിന്നിൽ കിടന്ന് അത് പ്രാപിച്ച ഒരു ശക്തി കൊണ്ടാണ് അതിന്റെ മുമ്പിലുള്ള തടസ്സത്തെ ആ അണയ്ക്ക് വിള്ളലുണ്ടാക്കി അതിനെ പൊട്ടിച്ചുകൊണ്ട് അത് ഒഴുകുന്നു. ഹല്ലേലൂയ. ആ ഒഴുക്ക് ശക്തമായിട്ടുള്ള ഒഴുക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഇവിടെ ഒരു ദൂതുണ്ട്. ഈ നാളുവരെ നീ വന്നപ്പോൾ ഈ 2026 ഈ ഫെബ്രുവരി മാസം 15-ാം തീയതി പ്രിയപ്പെട്ടവരെ ഈ 15-ാം തീയതി എത്തി നിൽക്കുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു, ഒത്തിരി പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു, ഒത്തിരി വേദനകൾ നമ്മൾക്കുണ്ടായി, ഒത്തിരി പ്രയാസങ്ങൾ വന്നു, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായി, രോഗങ്ങൾ ഉണ്ടായി, പട്ടിണി വന്നു, കടഭാരം വന്നു. പക്ഷേ അവിടെ എല്ലാം നീ ഉടയുകയായിരുന്നില്ല, അവിടെ എല്ലാം നീ തകരുകയായിരുന്നില്ല, അവിടെ എല്ലാം നീ നശിക്കുകയായിരുന്നില്ല, നീ കരുത്തു പ്രാപിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ലോക മനുഷ്യൻ അവിടെ തകർന്നുപോയി, ലോക മനുഷ്യൻ അവിടെ ഉടഞ്ഞുപോയി, ലോക മനുഷ്യൻ പട്ടുപോയി, ലോക മനുഷ്യൻ ഈ രാജ്യം തന്നെ വിട്ടുപോയി. ഹല്ലേലൂയ. ദൈവം ഇന്ന് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നില്ലേ? ഹല്ലേലൂയ. നമുക്ക് രോഗം ഉണ്ടായിട്ടില്ലേ? നമുക്ക് വേദന വന്നിട്ടില്ലേ? നമുക്ക് പട്ടിണി ഉണ്ടായിട്ടില്ലേ? ജോലി നഷ്ടപ്പെട്ടിട്ടില്ലേ? നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. പക്ഷേ നമ്മൾ തകരുകയല്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഉടയുകയല്ലായിരുന്നു, നമ്മൾ കരുത്തു പ്രാപിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പറയണ എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. മതിൽ അവിടെ നിന്നോട്ടെ, പക്ഷെ ഞാൻ ചാടിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മതിൽ അവിടെ നിന്നോട്ടെ, അതെനിക്കൊരു വിഷയമല്ല, പക്ഷെ ഞാൻ അത് ചാടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സത്തെ പൊളിക്കാൻ ഞാൻ തയ്യാറായാൽ പിന്നീടുള്ള എന്റെ ഒഴുക്ക് ശക്തമായിരിക്കും. ഹല്ലേലൂയ. പിശാച് ദൈവമെന്ന് പറയും, പറ്റത്തില്ല, നിന്നെ കൊണ്ട് നടക്കത്തില്ല, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, നീ ഉടയും, നീ തകർന്നു, നീ ഇല്ലാതായി, നീ ഇത്ര നാളൂടെ ഉള്ളൂ, നിന്റെ ജോലി ഇപ്പൊ പോവും, അല്ലെങ്കിൽ ഇപ്പൊ പൊട്ടും, ഇങ്ങനെ പലതും നമ്മുടെ മുമ്പിൽ നമ്മുടെ ചെവിയിൽ വന്ന് പറയുമ്പോൾ ആ തടസ്സത്തെ പൊളിക്കാൻ നമ്മളൊന്ന് തയ്യാറായാൽ, ഹല്ലേലൂയ, നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുവാൻ, കാല് കുത്തുവാൻ ഒന്ന് തയ്യാറായാൽ ഉയരത്തിലെ ശക്തി നമ്മുടെ മേലിറങ്ങും. ഹല്ലേലൂയ. സകലതും പൂർത്തിയാക്കിയവന്റെ ശക്തി, ഉത്തരവാദിത്വമുള്ളവന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങും. രക്തസ്രാവക്കാരിയുടെ മേൽ ആ ശക്തി ഇറങ്ങി. ഹല്ലേലൂയ. 12 വർഷമായിട്ട് അവളെ മുടിച്ചു, അവളെ നശിപ്പിച്ചു, അവളെ വേദനിപ്പിച്ചു, അവളുടെ ധനമെല്ലാം ഇല്ലാതാക്കി. പക്ഷേ ആ ശക്തി അവിടെ മേൽ ഇറങ്ങിയപ്പോൾ അവൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും
ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോൽ കൊണ്ട് നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? ആരാ? ഹല്ലേലൂയ. സകലതും പൂർത്തിയാക്കിയവൻ. ഹല്ലേലൂയ. ആരാ? ഉത്തരവാദിത്വമുള്ളവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പറയുക, ഉള്ളൻ കൈകൊണ്ട് വെള്ളത്തെ അളക്കുന്നവൻ. ഹല്ലേലൂയ. ഒരു കുടത്തിലുള്ള വെള്ളത്തെ നമുക്ക് അളക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഈ ലോകത്ത് എത്ര കടലുണ്ട്, എത്ര കായലുണ്ട്, എത്ര തോടുണ്ട്. ഹല്ലേലൂയ. ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ അളക്കുന്നവന്റെ ശക്തി വർണ്ണിക്കുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ചാൺ കൊണ്ട് ആകാശത്തെ അളക്കുന്നവൻ, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്നവൻ, ഭൂമിയിലെ പൊടി മുഴുവൻ ഒരു നാഴിക്കുള്ളിൽ ഒതുക്കുന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്താണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോഹയുടെ കാലം, അതായത് പാപമുണ്ടായിരുന്ന കാലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, വെള്ളപ്പൊക്കം 40 നാള് രാവും പകലും മഴ പെയ്തു, വെള്ളം പൊങ്ങി, ആകാശത്തിന്റെ കീഴെ തല ഉയർത്തിയിരുന്ന എല്ലാ പർവ്വതങ്ങളും മുങ്ങി. ഒരു പർവ്വതത്തിന്റെ മുകളിൽ 15 മുഴം വെള്ളം ഉയർന്നു. 150 ദിവസം വെള്ളപ്പൊക്കമായിരുന്നു. നമുക്കറിയാം, ഭൂമുഖത്ത് നിന്ന് എല്ലാ ജീവജാലങ്ങളെയും ജീവനുള്ള സകലതയെയും അവിടെ തുടച്ചു മാറ്റി. നോഹയുടെ പ്രസംഗം ഒരു മുന്നറിയിപ്പായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം മുന്നറിയിപ്പായിട്ട് നമ്മൾ കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ ഈ അറിയിപ്പ് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ കരുതരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതെല്ലാം ഒരു മുന്നറിയിപ്പായിട്ട് ഇന്ന് പകൽ നമുക്ക് ലഭിച്ച ഈ അവസരം, നമ്മൾ കേട്ട വചനം, ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് നീ അറിഞ്ഞാൽ, തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ അത് അനുസരിക്കാൻ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറായാൽ, ഞാൻ തയ്യാറായാൽ, നമ്മൾ തയ്യാറായാൽ, ദൈവം ആ വാതിലുകളെ അടയ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശത്രു ഓപ്പണാക്കി വെച്ചിരിക്കുന്ന ആ വാതിലുകളെ എല്ലാം ദൈവം അടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. 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 നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. എതിര് പ്രാർത്ഥനകള്, ആമീൻ ആമീൻ, എന്തുമായിക്കൊള്ളട്ടെ, ശത്രു തുറന്നു വെച്ചിരിക്കുക. നമ്മുടെ തലമുറയുടെ നേരെ, നമ്മുടെ ജോലിക്ക് നേരെ, നമ്മുടെ ഭവനത്തിന് നേരെ, നമ്മുടെ ബിസിനസ്സിന് നേരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് നേരെ, ആമീൻ, നമ്മുടെ നന്മയ്ക്ക് നേരെ ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. പക്ഷേ എല്ലാം തടസ്സപ്പെട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ശത്രു ആമീൻ തിന്മ കൊണ്ടുവരുവാൻ ആമീൻ തുറന്നു വെച്ചിരിക്കുന്ന എല്ലാ ഡോറുകളും ഇന്ന് അടയണം. അങ്ങനെയെങ്കിൽ ദൈവത്തിലൊന്ന് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിധേയപ്പെട്ട് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോസ്തലന്മാരുടെ പുസ്തകം 28-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ അപകടമൊന്നും സംഭവിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരാളെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ, ദൈവമാണ് ഒരാളെ നടത്തുന്നത് എങ്കിൽ, ദൈവമാണ് ഒരാളെ കുറിച്ചൊരു പദ്ധതി ഇട്ടെങ്കിൽ, ആ വ്യക്തി, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർ ലക്ഷ്യസ്ഥാനത്തെത്തും.
Praise the Lord. Hallelujah. Hallelujah. ദൈവം അവരെ എത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അത് നാശത്തിന്റെ അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അത്രയ്ക്കും സൂക്ഷിച്ചത് കൊണ്ടാണ് ഈ 2026 ഫെബ്രുവരി 15 ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ദൈവം അത്രയ്ക്ക് എന്നെ സൂക്ഷിച്ചത് കൊണ്ടാണ്, നിങ്ങളെ സൂക്ഷിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് പരസ്പരം കാണുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയ്ക്ക് കൂടുവാനും സാധിച്ചത്. ഹല്ലേലൂയ. 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 ഇവിടെ വരെ എത്തിയത് ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതി ഉണ്ടായിട്ടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ഭവനത്തെ കുറിച്ച് പദ്ധതി ഉണ്ടായിട്ടാ. ഓസ്റ്റിനത് ശരിയായത് അവനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിട്ടാ. ഹല്ലേലൂയ. ഏത് ശക്തികൾ എനിക്കെതിരായി നിന്നാലും, അല്ലെങ്കിൽ ഏത് ശക്തികൾ പൗലോസേ നിനക്കെതിരായി നിന്നാലും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസേ നിനക്കെതിരായിട്ട് ഏത് ശക്തികൾ എഴുന്നേറ്റാലും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പൗലോസിന്റെ സ്ഥാനത്ത് എന്റെ പേര്, നമ്മുടെ പേര് ഓരോരുത്തർ ചേർത്ത് നോക്ക്. എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് ശക്തികൾ ദാനിയേലെ നിനക്കെതിരായി നിന്നാലും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഏത് ശക്തികൾ ജോസഫെ നിനക്കെതിരായി നിന്നാലും, 11 എണ്ണം നിനക്കെതിരായി നിന്നാലും ജോസഫെ നിന്നെ തകർക്കാൻ പറ്റത്തില്ല. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഇന്ന് പകരം വിശ്വസിക്കണം. എനിക്കെതിരായി ഏതൊക്കെ ശക്തികൾ നിന്നാലും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാം പൂർത്തിയാക്കിയവൻ, ഉത്തരവാദിത്വമുള്ളവൻ എന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു സഹോദരന്റെ സാക്ഷ്യം നിങ്ങൾക്കറിയാം. അതും ഈ കൂട്ടായ്മയിൽ വെച്ച വിഷയമാണ്. 2025 ഓഗസ്റ്റ് മാസം ഓഗസ്റ്റില് എൻ്റെ സഹോദരന് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. സങ്കീർത്തനം 4:4 ഇങ്ങനെ പറയുന്നു, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേ ധ്യാനിച്ച് മൗനമായിരിക്കും. Praise the Lord. Hallelujah. Hallelujah. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. എനിക്കത് പറയുന്നതിനൊരു മടിയുമില്ല. എന്റെ സഹോദരൻ ഒരു സമയത്ത് കൊറോണയൊക്കെ വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്ന് കർത്താവിൽ നിന്ന് കുറച്ച് അകന്നു. ജഡികമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നുപോയി. പെട്ടെന്ന് 2025 ആയപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ അവന് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അതിഭയങ്കരമായ വേദന, ഒരുപാട് തിരുമിച്ചു, ഒരുപാട് മരുന്നുകൾ അവിടെ ഇവിടെയൊക്കെ പോയി എടുത്തു. അവസാനമാണ് കണ്ടുപിടിച്ചത് 4th സ്റ്റേജ് ലങ് ക്യാൻസർ. അവന്റെ ശരീരത്തില് തല മുതൽ പാദം വരെയും വ്യാപിച്ചു. അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടി. ഞങ്ങള് RCCയിലുള്ള ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു. UK ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അത് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്നൊരു ഡോക്ടറുമായിട്ടൊരു ഇതെടുത്തു. കാരിത്താസിൽ വിളിച്ചു, ഡോക്ടറുമായിട്ട് സംസാരിച്ചു. പിന്നെ പലയിടത്തും ഞങ്ങൾ കാണിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് only palliative care. ഇനി ഒന്നും ചെയ്യാനില്ല, ദൂരെയോട്ടെങ്കും കൊണ്ടുപോകണ്ട, കാരണം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, അസ്ഥികളൊക്കെ ഒടിയും, അതുപോലെ വേദനയും. അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കും.
അങ്ങനെ ഞാൻ സെപ്റ്റംബർ മാസം 10-ാം തീയതി നാട്ടിൽ പോയി. ഡോക്ടർമാർക്ക് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഇല്ല. കീമോയോ റേഡിയേഷനോ ഒന്നും ഇതിന്റെ ട്രീറ്റ്മെന്റ് അല്ല. അതായത് റോസ് പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷൻ റെയർ ആയിട്ടുള്ളതാണ്. അതിന്റെ ഒരു മെഡിക്കേഷൻ അത് RCCയിലേക്ക് RCC ഡോക്ടർ ഡയറക്റ്റ് ചെയ്ത്. കാരണം ഒരു മാസത്തെ മെഡിസിന് 6 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത്രയും പ്രായം കുറവുള്ളത് കൊണ്ട് എന്തൊക്കെയോ ഡിസ്കൗണ്ട് കിട്ടും, കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും, നിങ്ങൾ അങ്ങനെ RCCയിൽ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ഡോക്ടർ നിർബന്ധിച്ചു, പ്രൈവറ്റ് പരിമള ഹോസ്പിറ്റലിൽ. അപ്പൊ അത് അതിന്റെ യഥാർത്ഥ മെഡിക്കേഷൻ അല്ല, അതാണ് ഇപ്പോ ഉള്ളത്. അപ്പൊ അങ്ങനെ ഡോക്ടർമാർക്ക് ഒരു പ്ലാൻ ഇല്ല. അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്നവനെ കണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ഇത്രയും പെട്ടെന്ന് ഇവൻ പോവാണോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. ഡോക്ടർ ഇതിന്റെ ഇടയ്ക്ക് വേദന കുറയ്ക്കാൻ വേണ്ടി, കീമോ എന്നതിന്റെ ട്രീറ്റ്മെന്റ് അല്ല, വേദന കുറയ്ക്കാൻ വേണ്ടി കീമോ എടുത്തു. അപ്പോൾ റേഡിയേഷൻ ഒന്നും ഇതിന് സക്സസ് ആകത്തില്ല, റേഡിയേഷൻ ചെയ്യേണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ അവരതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കീമോ മാത്രം ഈ RCCയിലെ ഇത് റെഡിയാകാൻ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്നൊന്നും ചെന്ന് RCCയിൽ ഒരു കാർഡ് പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവനെയും കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവനൊന്ന് ട്രാവൽ ചെയ്യാൻ പരുവത്തിൽ ഒന്ന് ഇതാകണം. അപ്പൊ അതിനവര് കീമോ ഒക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ RCCയിൽ പോയി ഇവനെയും കൊണ്ട് കാർഡൊക്കെ ഉണ്ടാക്കി. അതൊരു ദിവസത്തെ ചടങ്ങാണ്. അങ്ങനെ പോയി അത് കാർഡ് ഉണ്ടാക്കി. ആ കാർഡ് ഇല്ലാതെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ 4 മണിക്കൂർ ഇടവിട്ട് മോർഫിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് 2 കഴിച്ചാലേ നേരെ നിൽക്കുന്നു. 4 മണിക്കൂർ എന്ന് പറയുന്നത് സമയം കൃത്യമാണ്. 4 ആകുന്നതിന് മുന്നേ 3-3.25 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പെയിൻ തുടങ്ങും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഈ ഡോക്ടർ ഇങ്ങനെ കീമോ കൊടുക്കും തോറും ഡോക്ടർമാർക്ക് തന്നെ അതിശയം. കാരണം അവൻ ബോഡി ഇതാകുന്നു, ബോഡി അതിനെ സ്വീകരിക്കുന്നു, അവൻ ഓക്കെയായി വരിക. അത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ ഡോക്ടർ പറഞ്ഞു അല്പം റേഡിയേഷൻ ചെയ്യാൻ നടുവിന്റെ ഭാഗത്ത് പെടലിക്കുണ്ട്, തലയിലുമുണ്ട്. അപ്പം അതിനൊന്ന് റേഡിയേഷൻ നമുക്ക് കൊടുക്കാം, ഒന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഡോക്ടർ ഞങ്ങളെ സ്ക്രീനിൽ കാണിച്ചു, ക്യാൻസറസ് ഇരിക്കുന്ന നടുവിന്റെ ആ ഭാഗം മുഴുവൻ റെഡ് കളറിൽ ഞങ്ങളെ കാണിച്ചു. ഡോക്ടർ 5 റേഡിയേഷൻ കൊടുത്തപ്പോൾ, അടുത്ത CT എടുത്തപ്പോൾ അത് മുഴുവൻ കാൽസ്യം കൊണ്ടുണ്ടാവും. ഡോക്ടറിന് തന്നെ അതിശയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കീമോ എടുത്തു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ആ കാർഡുകളെല്ലാം റെഡിയാക്കി. അപ്പോൾ അവിടെ ഒരു ഡോക്ടറെ കണ്ടു, സംസാരിച്ചു. അതനുസരിച്ച് അവർ ഡേറ്റ് തന്നു. ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ 30 ദിവസത്തോടെ നിന്നിട്ട് കയറി വന്നു. എനിക്ക് ലാസ്റ്റിൽ അവനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആ ഡേറ്റ് കിട്ടിയില്ല. ഞാൻ കയറി വന്നു. ഇവനെയും കൊണ്ട് ഇവന് അപ്പൊ 3 ദിവസത്തേക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ എല്ലാം എടുക്കണം. നമ്മൾ പെറ്റ് സ്കാന്, CT, MRI എല്ലാം ഒന്നുകൂടെ അവിടെ എടുക്കണം. അതിനായിട്ട് അവൻ പോയി അവിടെ താമസിച്ചു. പിറ്റേ ദിവസം 3 ദിവസത്തെ ഡേറ്റ് അപ്പോയിന്റ്മെന്റ് അവന് കിട്ടി. പക്ഷെ ഇതൊന്നും എടുക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ല. കാരണം അവന് അവിടെ ചെന്ന് വോമിറ്റിംഗ് ആയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇവിടെ റേഡിയേഷൻ ചെയ്തു. പ്രിയപ്പെട്ടവരെ, റേഡിയേഷൻ ചെയ്തു. അങ്ങനെ കീമോ എടുത്തു, എല്ലാം എടുത്ത് നോക്കി. ഇപ്പൊ 2ാമത്തെ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ 80% ഹീലായി. ഇപ്പോൾ തലയ്ക്കകത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് അവിടെ ഇല്ല, കാണാനില്ല. തലയ്ക്കകത്തെ കാണാനില്ല. 80% ഹീലായി. ഞാൻ പറയട്ടെ, അവന്റെ ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല. കീമോ എടുത്തോണ്ട് ഈ കഴിഞ്ഞ ദിവസവും പോയി. ഇപ്പോൾ കീമോ എനിക്ക് 2 മണിക്കൂർ കഷ്ടേ ഉള്ളൂ. 9-9:30 എങ്ങാണ്ട് വീട്ടിൽ നിന്ന് പോയി. 1 മണിക്ക് മുമ്പേ വീട്ടിൽ വന്നു. കീമോ എടുക്കാൻ പോയതാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല.
80% ഹീലിംഗ് ആയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, സദൃശവാക്യം 14:27, യഹോവ ഭക്തി ജീവന്റെ ഉറവ് ആകുന്നു, മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 68:20, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളത് തന്നെ. ഹല്ലേലൂയ. യോവേൽ 2:13, നിന്റെ അനുതാപം അനർത്ഥത്തെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മരണമെന്ന യാഥാർത്ഥ്യത്തെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. സൗഖ്യം കൊടുക്കുന്നതും ആയുസ്സും നീട്ടിക്കൊടുക്കുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വന്നത് എന്നെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ. ഈ സുവിശേഷം എന്ന് പറയുന്നത് അത് നിത്യതയോട് അടുപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ സാക്ഷ്യമാണ് 80% ഹീലിംഗ് ആയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ 6-7 പ്രോഗ്രാം പോയി ചെയ്തു. ഹല്ലേലൂയ. അവൻ സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്, അത്യാവശ്യം കാറും ഓടിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം എന്നാ സ്നേഹം. ഹല്ലേലൂയ. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന വേദനയുടെ അളവ് 47 യൂണിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കൊച്ചിനെ ഒരു അമ്മ പ്രസവിക്കുമ്പോൾ 57 യൂണിറ്റ് ആ വേദന. ഹല്ലേലൂയ. ഏതാണ്ട് 20 അസ്ഥികൾ ഒന്നിച്ചൊടിയുന്ന വേദന. ഹല്ലേലൂയ. ഇത്രയും വേദനിച്ച് പ്രസവിക്കുന്ന ആ കൊച്ചിനെ അമ്മ മറക്കുമെങ്കിൽ, അമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല. ഹല്ലേലൂയ. ഇത്രയും വേദന അനുഭവിച്ച് പ്രസവിച്ച കുഞ്ഞിനെ അമ്മ ഉപേക്ഷിക്കുമ്പോഴും ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാ സ്നേഹം നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ രോഗത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ഏത് രോഗത്തെയും മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. മാറാത്ത വ്യാധികളായിക്കോട്ടെ, മാരക രോഗങ്ങളായിക്കോട്ടെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. എല്ലാം പൂർത്തിയാക്കിയവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നത്, ഇനി ഉണ്ടാകാനുള്ളതുമായ സകല രോഗങ്ങൾക്കും വേണ്ടിയാ കുഞ്ഞെ ഞാൻ പൂർത്തിയാക്കിയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രമയത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമയം വേഗത്തിൽ കടന്നു പോവുകയാ. ഞാൻ എന്റെ കുറിവാക്യത്തിലേക്ക് വരികയാണ്. എന്താണ് ഞാൻ വായിച്ചു കേട്ട വചനം? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 30-ാം തിരുവചനം. ക്രൂശിലെ മൊഴി എന്നറിയപ്പെടുന്ന വാക്യമാണ്. ഹല്ലേലൂയ. കുളിച്ച വീഞ്ഞ് വിനാഗിരി കുടിച്ചിട്ട് പറഞ്ഞു, സകലതും പൂർത്തിയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലതും പൂർത്തിയായിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം, പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു, ഉച്ചത്തിൽ വിളിച്ചു. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഏലോയ് ഏലോയ് ലമാ സബക്താനി ഉച്ചത്തിൽ നിലവിളിച്ചു. മത്തായിയുടെ സുവിശേഷത്തിലും അത് തന്നെയാണ് നാം കാണുന്നത്. പ്രാണനെ വിട്ടു. മറ്റു സുവിശേഷങ്ങളിലെല്ലാം ഇങ്ങനെ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട്? നമുക്കൊരു കാര്യം അറിയാം, ഈ മറ്റു ശിഷ്യന്മാരാരും ക്രൂസിന്റെ ചുവട്ടിലില്ലായിരുന്നു. യോഹന്നാൻ ക്രൂസിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. നമുക്കറിയാം, യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ നാം കാണുന്നു, അകലം നിൽക്കുന്നവൻ എന്ന് കേട്ടു? യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. എല്ലാം ശരിയാണ്, പക്ഷെ അകല നിൽക്കുന്നവൻ കേട്ടത് യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. അടുത്തു നിന്നവൻ എന്ത് കേട്ടു? ഒരു വെളിപ്പാട് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ അടുത്തു നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു,
അകലം കൂടുന്തോറും ചുറ്റലിന്റെ എണ്ണം കൂടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തു നിന്നാൽ അത് കുറയും. പ്രൈസ് ദി ലോർഡ്. അത് ഇല്ലാതായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മളിപ്പോ ഈ കൂട്ടായ്മയെ പറ്റി ഒരാൾ നോക്കുമ്പോൾ 1:30 മണിക്ക് കൂടുന്നു, 4:30 അല്ലെ 5 മണിക്ക് ഇറങ്ങിപ്പോകുന്നു, അവിടെ എന്തൊക്കെയോ പറയുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, അവര് എന്തൊക്കെയോ പ്രസംഗിക്കുന്നു, പോകുന്നു. ഇത്രേ ഉള്ളൂ. പക്ഷേ കൂട്ടായ്മയ്ക്ക് അകത്തു വരണം. പുറത്തു നിന്നാല് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂട്ടായ്മയ്ക്ക് അകത്തു വന്നാൽ ആ വെളിപ്പാട് അവര് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ഉറക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നുണ്ട്, ഇന്ന് പകൽ ആണിപ്പഴുതുള്ള കരം നീട്ടി കർത്താവ് നമ്മളെ മാടി വിളിക്കുക. ഹല്ലേലൂയ. എന്റെ അടുക്കിലേക്ക് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേൾക്കാതെ നമ്മൾ പോയാൽ പ്രിയപ്പെട്ടവരെ, ഇതേ കരം തന്നെ നിങ്ങളുടെ ജഡ്ജ്മെന്റ് എഴുതുന്ന ഒരു ന്യായാധിപന്റെ കരമായും തൂലികത്തുമ്പായും മാറുന്ന ഒരു ദിനം വരും എന്ന് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു പകൽ ആണിപ്പഴുതുള്ള കരം നീട്ടി എല്ലാം പൂർത്തിയാക്കിയവൻ എന്നെയും നിങ്ങളെയും മാടി വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഉത്തരവാദിത്വമുള്ളവൻ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് എന്നെയും നിങ്ങളെയും മാടി വിളിക്കുന്നു. പക്ഷെ നാളെ എന്റെ നിങ്ങളുടെ ജഡ്ജ്മെന്റ് എഴുതുന്ന ബലിഷ്ഠമായ ഒരു കരമായും തൂലികത്തുമ്പായും മാറും. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ശ്രദ്ധിക്കണമേ, ഇതൊരു വെളിപ്പാടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം പോയതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഉച്ചത്തിൽ നിലവിളിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു ഈ സകലതും പൂർത്തിയാക്കി. ആരോടാ പറഞ്ഞത്? ഹല്ലേലൂയ. 3 ലോകത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. 3 ലോകത്തെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ വായിക്കുമ്പോൾ 3 ലോകത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ 3 വാക്യം യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. അടുത്ത 3 വാക്യം യേശു ഭൂമിയിൽ നിന്ന് സ്വർഗത്തിന് മീതെ കയറിയ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ ഇവിടെ ഇങ്ങനെ പറയും. അവിടെ 7 പടികൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യ ഭാഗം വായിക്കുമ്പോൾ യേശു ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ടും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. അവനെ ഇറങ്ങി വരിക. അതുകൊണ്ട് അവിടെ താഴ് വയ്ക്കുമ്പോൾ ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകല മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണ് പിതാവായ ദൈവത്തിന്റെ എല്ലാ നാമങ്ങളും ഉയരത്തിൽ ഇരുന്നവൻ അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം നിലനിർത്താതെ ഇറങ്ങി വന്നു. ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ ആൾ ഇറങ്ങി വരുന്നത് നോക്കിക്കേ, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. ഇതിൽ കൂടുതൽ ഒരാൾക്ക് താഴാനും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഗുണമെന്താ? അതുകൊണ്ട് എന്താ സംഭവിച്ചേ? അതുകൊണ്ട് ഇത്രയും ഉയരത്തിലിരുന്നവൻ ഇത്രയും താഴേക്ക് വന്നതുകൊണ്ട് പിതാവായ ദൈവം ഒരു കാര്യം ചെയ്തു, ഉയർത്താവുന്നതിന്റെ പരമാവധി ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുത്തുകളും അവന്റെ മുമ്പിൽ മടങ്ങി. ഹല്ലേലൂയ. യേശു ക്രിസ്തു കർത്താവെന്ന് സകല നാവുകളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു പോവാ. ഭൂലോകത്തിൽ, അതായത് എനിക്കും നിങ്ങൾക്കും വിളിക്കാൻ തന്ന നാമമാണ് യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 1 വായിക്കുമ്പോൾ 21, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം,
എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. Praise the Lord. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. രക്ഷിക്കുവാനുള്ളത് കൊണ്ട് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. അപ്പോൾ എനിക്കും നിങ്ങൾക്കും, അതായത് ഭൂലോകത്തിലുള്ളവർക്ക് വിളിക്കാൻ കിട്ടിയ പേരാണ് യേശു. യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ. അന്ധനായ ബർത്തിമേയുസ് വിളിച്ചത് ദാവീദ് പുത്ര യേശുവേ കരുണ ചെയ്യണമേ. ഹല്ലേലൂയ. ഇനി പാതാളത്തിലുള്ളവർക്ക്, മുംബൈയില് അധോലോകം പാതാളമൊന്നുമല്ല, ആദാം മുതൽ യേശു ക്രിസ്തു വരെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഭക്തന്മാർ പോയിരുന്ന സ്ഥലമാണ് പാതാളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ നാം വായിക്കുമ്പോൾ ഈ ഭൂമിക്കടിയിലുള്ള ഒന്നാം പാതാളം, അല്ലാതെ മഹാബലി വർഷത്തിൽ നമുക്കൊരു ഇതുണ്ടല്ലോ, വർഷത്തിൽ പ്രജകളെ കാണാം, ആ പാതാളം അല്ല കേട്ടോ. അപ്പോൾ ഈ പാതാളം എന്ന് പറയുന്നത് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യം വായിക്കുമ്പോൾ കാണാം, അവൻ ഉന്നതങ്ങളിലേക്ക് കയറിയപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി ദാനങ്ങൾ നൽകി. അവൻ കയറി അല്ലെങ്കിൽ ആരോഹണം ചെയ്തു എന്നതിന്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും കൂടെയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ കാലം വരെയുള്ള അവരും ഇന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദന്മാരും യേശുവിലല്ല വിശ്വസിക്കുന്നത്, അവർ ക്രിസ്തുവില. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, കാലിത്തൊഴുത്തിൽ വന്ന് പിറന്ന് കാൽക്കാശിനു വിലയില്ലാത്ത ഒരാളെ അല്ല അവർ വിശ്വസിക്കുന്നത്. അവർ പ്രതീക്ഷിച്ചിരുന്നത് അവർ ക്രിസ്തുവിനെയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ ശമരിയാക്കാരി സ്ത്രീ യാക്കോബിന്റെ കിണറിന്റെ കരയിൽ കർത്താവ് ഇരിക്കുമ്പോൾ അവൾ വരുകയും കർത്താവ് അവളോട് വെള്ളം ചോദിക്കുകയും അവൾ പറയും, ഞാൻ നീ യഹൂദനല്ലേ ചോദിക്കുക. ആ സംഭാഷണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ കർത്താവ് പറയുന്നു, നിനക്ക് 5 പേര്, അവൾ വെള്ളം ചോദിക്കും, വെള്ളം നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്, 24-ാം വാക്യം പറഞ്ഞിട്ട് യേശു പറഞ്ഞു, ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൾക്കറിയാം ക്രിസ്തു വരുമെന്ന് ഞങ്ങൾക്കറിയാം. അത് ലാസ്റ്റിൽ അവൾ പറയുന്നുണ്ട്, 29-ാം വാക്യം വായിക്കുമ്പോൾ അവൾ കുടം അവിടെ വെച്ചിട്ട് അവൾ ഓടി. അവൾ എന്താ പറയുന്നേ? ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യനെ നിങ്ങൾ വന്നു കാണുവീൻ, ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? യേശു എന്നല്ല പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യഹൂദന് വേണ്ടത് ക്രിസ്തുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പരിചയപ്പെടാൻ തന്ന നാമമാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ ഇനി യേശുവിന്റെ പേരെന്താ? ഏതാണ്ട് 375 പേര് ബൈബിളിൽ യേശുവിനുണ്ട്. സ്വർഗത്തിലെ പേര് സങ്കീർത്തനം വായിക്കുമ്പോൾ 110-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിനും മീതെ ഉള്ളവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, വലിപ്പം കൊണ്ടല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഇപ്പോൾ സിജോ ബ്രദർ താമസിക്കുന്ന ഭവനിൽ ഒരു ചർച്ച ആയിട്ട് ഇപ്പോഴും പ്രാർത്ഥന നടക്കുന്നതല്ലേ, ഒരു ചർച്ച ആയിട്ട് കണക്കാക്കുക. അതൊരു ചർച്ച ആണെങ്കിൽ നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു, ആ ചർച്ച ആണോ വലുത്, അതിന്റെ താക്കോലാണോ വലുത്? വലിപ്പം കൊണ്ട് ആ ചർച്ചയായിട്ട് ഞാൻ പറയാം, ആ ഫ്ലാറ്റ് ആണ് വലുത്, അല്ലെങ്കിൽ അത് ചർച്ച, അതാണ് വലുത്. പക്ഷേ മൂല്യമുള്ളത് താക്കോല. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും 1:30 അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നു. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അതിന്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും അകത്ത് കയറാൻ പറ്റുമോ? എല്ലാവരും ആ കോറിഡോറിൽ നടക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഫോൺ എടുക്കും, വിളിക്കും, ലിഫ്റ്റേ കയറും, താഴെ ഇറങ്ങും, മേലിൽ കയറി വരും, ഇങ്ങനെ ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ ഇത് നല്ലവണ്ണം സിജോപ്രദം അറിയാം, അതുകൊണ്ട് അതൊരിക്കലും കൂട്ടായിട്ടേക്കും. അത് കൂട്ടുന്നില്ലല്ലോ. എന്താ അതിന്റെ മൂല്യം, അതിന്റെ വില എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, സ്വർഗം വലുതാണ്, പക്ഷെ അത് ഓപ്പൺ ചെയ്യുന്ന താക്കോലാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു,
ഹല്ലേലൂയ. ആ താക്കോലാണ് യേശു. ഇന്ന് പകൽ എന്റെ കയ്യിൽ വേറെ കള്ളത്താക്കോലൊന്നുമില്ല. ഹല്ലേലൂയ. ഈ താക്കോലിടാതെ ആ ഡോർ ഓപ്പൺ ആകത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഭൂലോകത്തിലുള്ളവരുടെ യേശു, അധോലോകത്തിലുള്ളവരുടെ ക്രിസ്തു. ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്വർഗത്തില് കർത്താവ്. ഹല്ലേലൂയ. ഈ മൂന്ന് ലോകവും മുഴങ്കാൽ മടക്കുന്ന നാമമാണ് യേശു. ഹല്ലേലൂയ. അതാണ് ഫിലിപ്പിയ ലേഖനം പറഞ്ഞത്, യേശു അധികം ക്രിസ്തു സമം കർത്താവ്. Praise the Lord. മനസ്സിലായവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്വർഗത്തിലേക്ക് നോക്കി യേശു പറഞ്ഞു, പിതാവേ, പ്രവചനങ്ങൾ പൂർത്തിയായി. ഭൂലോകത്തിലുള്ളവരോട് യേശു പറഞ്ഞു, എന്നെ നിങ്ങളെ നോക്കി പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾക്ക് സമ്പൂർണമായി ഞാൻ പരിഹാരം ചെയ്യും. ഹല്ലേലൂയ. അധോലോകത്തിലുള്ളവരെ സാത്താനെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, നിന്റെ മരണാധികാരം ഞാൻ മറച്ചിട്ടു, സകലതും പൂർത്തിയാക്കി. യേശു പറഞ്ഞു, മൂന്ന് ലോകത്തോട് സകലതും പൂർത്തിയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്നു പകൽ സകലതും പൂർത്തിയാക്കിയവരോട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സകലതും പൂർത്തിയാക്കി പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്യുന്ന യേശു, ഉത്തരവാദിത്വമുള്ളവൻ, ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും സകല ആവശ്യങ്ങൾക്കും ഉത്തരം തരുവാൻ, എന്റെയും നിങ്ങളുടെയും ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ, എന്റെയും നിങ്ങളുടെയും വിഷമങ്ങൾ എടുത്തു മാറ്റുവാൻ, എന്റെയും നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ അവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയൊരു മകൻ, അവൻ ഇങ്ങനെ അപ്പനൊരു കത്തെഴുതി, അപ്പാ, ഈ മാസം 26-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് വരിക. അപ്പനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ആ വീട് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. റെയിൽവേ പാളത്തിന്റെ സൈഡിൽ തന്നെയാണ് ആ വീടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൻ അവിടെ ഉണ്ടെങ്കിൽ, അപ്പൻ ജീവനോടുണ്ടെങ്കിൽ, നമ്മുടെ വടക്കുവശത്ത് നിൽക്കുന്ന പുളിമരത്തിൽ ഒരു കൊടി കെട്ടണം. ആ കൊടി കാണുവാണെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങും. ഇല്ല എങ്കിൽ എന്റെ അപ്പൻ മരിച്ചു എന്ന് വിശ്വസിച്ച് ഞാൻ മടങ്ങിപ്പോയി. ഈ മകൻ ഡൽഹിയിൽ നിന്ന് കയറി അവൻ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന് തൊട്ടു മുമ്പുള്ള സ്റ്റേഷനിൽ വണ്ടി നിർത്തി, ട്രെയിൻ നിർത്തി. അവൻ ആകെ എക്സൈറ്റഡ് ആണ്, അവന് വെപ്രാളം. എന്റെ അപ്പൻ ജീവനോടുണ്ടോ? ട്രെയിൻ അവൻ തലവെളിയിലേക്ക് ഇട്ട് നോക്കുകയാണ്. എന്റെ അപ്പൻ അവിടെ കാണുമോ? ജീവനോടുണ്ടോ? അപ്പൻ എന്നെ സ്വീകരിക്കുമോ? ആ വീട് അവിടെ ഉണ്ടോ? അവന്റെ പ്രാർത്ഥന ഒരു വെള്ളക്കുടി കാണണമെന്ന്, ഒരു വെള്ളത്തുണി, ആ പുളിമരത്തെ കാണണമെന്ന്. എന്നാൽ അവനെ ഞെട്ടിച്ചൊരു കാഴ്ചയുണ്ട്. ഏതാണ്ട് 1/2 കിലോമീറ്റർ നീളത്തിൽ എല്ലാ മരത്തിലും വെള്ളത്തുണി കെട്ടിയിരിക്കുന്നു. അവൻ അടുത്ത സ്റ്റേഷനിൽ ചാടിയിറങ്ങി അവൻ വീട്ടിലേക്ക് ഓടി. ജടാനരകൾ ബാധിച്ച് ക്ഷീണിച്ച ശരീരവും ഒട്ടിയ കവളും കരഞ്ഞു ചെയ്ത കണ്ണുമായിട്ട് അപ്പനവനെ ചേർത്ത് പിടിച്ചു, ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവൻ അപ്പനോടൊരു ചോദ്യം ചോദിച്ചു, അപ്പാ, ഞാൻ ഒരു മരത്തിൽ ഒരു വെള്ളത്തുണി കെട്ടാനല്ലേ പറഞ്ഞു? അപ്പോൾ അപ്പം പറയുകയാണ്, നിറ കണ്ണുകളോട് അപ്പം പറഞ്ഞു, എന്റെ മോനെ, ഒരു മരത്തേല് ഒരു വെള്ളത്തുണി കെട്ടി ട്രെയിനെങ്ങാണ് സ്പീഡിൽ പോയി ആ തുണി, ആ കൊടി മോൻ കണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ മോനെ നഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ മരത്തിലും വെള്ളത്തുണി കെട്ടിയത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരാസ്, മടങ്ങി വരുന്ന മനുഷ്യന് വേണ്ടി കാൽവരിയിൽ പിതാവ് കെട്ടിത്തൂക്കിയ വെള്ളക്കൊടിയാണ് യേശുവിന്റെ കാൽവരി. മടങ്ങി വരുന്ന മനുഷ്യന് വേണ്ടി സ്വർഗീയ പിതാവ് കെട്ടിത്തൂക്കിയ വെള്ളത്തൊടിയാണ് യേശുവിന്റെ കാൽവരി. ആ കാൽവരിയിലേക്ക് ഇന്നും നോക്കുക. ആ കാൽവരിയിൽ കിടന്നുകൊണ്ടാണ് യേശു പറഞ്ഞത്, സകലതും ഞാൻ പൂർത്തിയാക്കി. എന്നെ നിങ്ങളെ നോക്കി പറഞ്ഞു,
നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ സമ്പൂർണമായി പരിഹാരം ചെയ്യും. പിതാവേ, എല്ലാം പൂർത്തിയാക്കി. മരണാധികാരം ഞാൻ മറിച്ചിട്ടു. പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ഉത്തരവാദിത്വമുള്ളവൻ പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആ കരം നീട്ടി അവൻ മാടി വിളിക്കുകയാണ്. നാളെ ആ കരം ജഡ്ജ്മെന്റ് തയ്യാറാക്കുന്ന ബലിഷ്ഠമായ കരവും തൂലികത്തുമ്പുമായിട്ട് മാറരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവം നമുക്ക് അനുവദിച്ചു തന്ന ഈ സമയം, ദൈവം ഒരുക്കി തന്ന ഈ ദിവസം, നമുക്ക് അവനോട് ചേർന്ന് നിൽക്കാം. ബുധൻ സൂര്യനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് 84 ദിവസം മതി. പക്ഷെ 164 വർഷം എടുക്കും നെപ്റ്റ്യൂണിന് ഒന്ന് ചുറ്റാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരന് 80% ക്യാൻസർ എന്ന രോഗം 4th സ്റ്റേജില് 80% ഹീലിംഗ് കൊടുത്ത ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നനച്ചതോ ചിന്തിച്ചതോ അല്ല, പക്ഷെ ഏതോ പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതെല്ലാം മാറ്റി ദൈവത്തിൽ സമർപ്പിച്ചപ്പോൾ ഏതോ എന്റെ വഴി തുറന്ന് അവൻ കർത്താവ് എന്റെ പൈതലിനായിട്ട് എല്ലാം ഒരുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ കൂട്ടായ്മയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളൊന്നും നഷ്ടമായി പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച എന്റെ സഹോദരന് വേണ്ടി, എനിക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോടെല്ലാം ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. ഈ കൂട്ടായ്മയെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയിലുള്ളവരെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ വെക്കുന്ന വിഷയങ്ങളൊന്നും നഷ്ടപ്പെടാതെ അത് ഫലമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് ശക്തമായിട്ട് നിൽക്കാം. ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കാം. ദൈവം നിരാശപ്പെടുത്തുന്നവനല്ല. അവൻ കൂശയെ കടന്നുകൊണ്ട് നിലവിളിച്ചത് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്, നമ്മുടെ സമയമൊക്കെ ഒത്തിരി പോയി. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഫലമുണ്ടാകുവാൻ, ഈ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, രോഗമായിക്കൊള്ളട്ടെ, പാപമായിക്കൊള്ളട്ടെ, ശാപമായിക്കൊള്ളട്ടെ, എന്തും മാറ്റുവാൻ ദൈവം സർവശക്തന. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവ് പറയുന്നു, മോനെ, മോളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പൂർത്തിയാക്കി. പിതാവ് നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ആ കാൽവരി, ആ വെള്ളത്തുണി യേശുവിന്റെ കാൽവരിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. 10ഉം 12ഉം ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിലുള്ളവർ കാണും, നമുക്കറിയാവുന്നവർ കാണും, ഈ കൂട്ടായ്മയിൽ വിഷയം വെച്ചിട്ടുള്ളവർ കാണും. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയിലുള്ളവര്, നമ്മുടെ ഇടത്തും വലത്തും നിൽക്കുന്നവര്, നമ്മുടെ മുമ്പിലും പിമ്പിലും നിൽക്കുന്നവര്, എന്ന് കടന്നു വരാൻ സാധിക്കാതെ പോയവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മ നയിക്കുന്നവര്, ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയെ ചെറുതും വലുതുമായിട്ട് സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന്, ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി, ഈ നാടിന് അനുഗ്രഹമായി അത് മാറുവാൻ ഇന്ന് കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇനി കൂടുതൽ കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് മീറ്റിംഗിനായി ഒരുക്കി തന്നെ ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിലെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Hallelujah. Hallelujah. നമുക്ക് എല്ലാവർക്കും
തന്നെ ഈ കുടുംബത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ കരുണ കുടുംബത്തിൽ വർഷിക്കണം എന്ന് പ്രാർത്ഥിക്കുക. രോഗിയായിരിക്കുന്ന ബ്രദർ ഡാനിയനെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് യാത്രയിൽ കടലിന് പോകാനിരിക്കുന്ന ഓസ്റ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷോജി ബ്രദറിനെ ഇനിയും അനേകം ശുശ്രൂഷകൾ ചെയ്യുവാൻ, അത് അനേകം പേർക്ക് വചനം എത്തിക്കുവാൻ, പരിശുദ്ധ ആത്മാവിന്റെ വലിയ അഭിഷേകം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, സ്വന്തം ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള കൃപ, നിത്യരക്ഷയിലേക്കുള്ള വഴിയും അങ്ങനെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവെ, ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തെയും ഈ ഷോജി ബ്രദറിന്റെ കുടുംബത്തെയും ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അല്പനേരം Hallelujah.